എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ചെറിയ കുട്ടികൾക്കുള്ള ഷർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൽ 80 സെൻറ്റിമീറ്റർ തുണിയാണുള്ളത്, വീതി 36 ഇഞ്ച്. അപ്പോൾ ആദ്യം നമുക്കിവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക ഫ്രണ്ട് പട്ടിക്ക്. ഇവിടെ ഒരു 4 ഇഞ്ച് കര ഒഴിവാക്കിയിട്ടാണ് 2 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഷോൾഡർ ഡൗൺ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഇതൊരു 2-3 വയസ്സ് പ്രായമുള്ള കുട്ടിക്കുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇറക്കം 16 ഇഞ്ചാണ്. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റിന് വിട്ടിട്ട് 16 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് ബോട്ടം മടക്കിയടിക്കാൻ മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ സ്ലീവ് ലൂസ് 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ബോഡിയിൽ ഷേപ്പ് കൊടുക്കണമെന്നില്ല, ചെറിയ കുട്ടികൾക്ക് ഷേപ്പ് ആവശ്യമില്ല, സ്ട്രൈറ്റ് ആയിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഷോൾഡർ 11 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 5.5, 1/2 ഇഞ്ച് തയ്യത്തുമ്പും കൂടി ചേർത്തിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേപോലെ താഴേക്ക് വരയ്ക്കുക. നെക്ക് വന്നിട്ട് 11 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 5-1 ഒരു 2 ഇഞ്ച് ഒരു പോയിൻ്റും വരും, അത് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് വന്നിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. അതിനുശേഷം നെക്ക് വരയ്ക്കാം. ഇതേപോലെ നെക്ക് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസിൽ വരച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ചെസ്റ്റ് വന്നിട്ട് 22 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 5.5 ഇഞ്ച്, അത് കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടിയാൽ മതി. 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതിൽ 1/2 ഇഞ്ച് തയ്യത്തുമ്പ് പോകും. 7 ഇഞ്ച് ലൂസ് മതി. സൈഡ് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. ബോട്ടം സ്ട്രൈറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ വരയ്ക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കരയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതിൽ ക്യാൻവാസ് കൊടുക്കുന്നില്ല, ഇത് തന്നെ 2ആയിട്ട് മടക്കിയിട്ട് പട്ടി തയ്ക്കുകയാണ്. ഇനി ഈ പീസിൽ നിന്ന് തന്നെ നമുക്കിതിൻ്റെ ബാക്ക് എടുക്കാം. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ആകെ ഇട്ടത് 7.5 ഇഞ്ചാണ്. ഇവിടെ നമ്മൾ 7 ഇഞ്ച് ഇട്ടാൽ മതി. 1/2 ഇഞ്ച് കുറച്ചിടുക. സൈഡ് ഓവർലോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ 7 ഇഞ്ച് വെച്ചിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ 2 ഇഞ്ച് താഴേക്ക് ഫ്രണ്ട് ഇറക്കി വയ്ക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ നേരത്തെ വരച്ച നെക്കിൻ്റെ അതേ വീതി മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് ഒരു പോയിൻറ്റും ഇങ്ങോട്ട് വന്നിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേ 2 ഇഞ്ച് തന്നെ ഇവിടെ മാർക്ക് ചെയ്യുക. ഇനി ഇവിടെയുള്ള അകലം തന്നെ മുകളിൽ മാർക്ക് ചെയ്യാം. 4 ഇഞ്ച് ഒരു പോയിൻ്റ് ഉണ്ട്. എന്നിട്ട് ഇതിനൊപ്പം കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇവിടെ ഇതിലേക്ക് ഒരു ഷോൾഡർ കട്ട് ചെയ്യാം. അതൊരു 4.5 ഇഞ്ച് വീതി എടുത്താൽ മതി. 4.5 ഇഞ്ച് വീതിയിൽ ഇവിടെ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് മടക്കിയെടുക്കുക. എന്നിട്ട് ഈ ബാക്ക് പീസ് ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് ഇതിനൊപ്പം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പീസ് നമുക്ക് ഇതേപോലെ മുകളിൽ വെച്ച് തച്ചാൽ മതി. ഇനി നമുക്കിതിന്ന് കോളറിന് ഒരു പീസ് എടുത്തിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം സ്ലീവ് കട്ട് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം.
ഇതേപോലെ 4 മടക്കി എടുക്കുക. ഇവിടെ മടക്കി അടിക്കാൻ ഒരു 1.5 ഇഞ്ച് വീതി കൊടുക്കുക. പിന്നെ നമുക്കിതിൻ്റെ സ്ലീവ് ഇറക്കം വേണ്ടത് 5 ഇഞ്ചാണ്. 1/2 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ടൊരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് നമ്മൾ ചെസ്റ്റിൻ്റെ 8-1 -1/2 ഇഞ്ചാണ്. കൈ ലൂസ് 5 ഇഞ്ചാണ്. തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 5.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആം ഹോൾ വരയ്ക്കാം. ഇതേപോലെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചാൽ മതി. ഒരല്പം കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ 5.5 വെച്ചത്. ഇവിടെ 1 ഇഞ്ച് കുറച്ച് വെച്ചാൽ മതി. 4.5 ഇഞ്ച് വയ്ക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് കുഴിച്ച് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യാം. ഇനി ഇവിടെ നിന്നൊരു പോക്കറ്റ് പീസ് എടുക്കാം. ഇത് നമുക്ക് കോളർ തയ്ക്കാനുള്ളതാണ്. ഇതിൽ ക്യാൻവാസ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് അളവ് കൃത്യമായിട്ട് എടുത്തിട്ട് കോളർ തയ്ച്ചാൽ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അതിന് നമുക്കിതിൻ്റെ സ്ലീവ് തയ്ച്ചെടുക്കാം. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ മടക്കുക. എന്നിട്ട് ഇത് അടിച്ചെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ ബട്ടൺ വയ്ക്കാനുള്ള പട്ടി തയ്ച്ചെടുക്കാം. ഇത് നമ്മൾ 1.5 ഇഞ്ച് വെച്ചാൽ മതി. ഈ 1/2 ഇഞ്ച് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇത് ഈ 1.5 ഇഞ്ചിൻ്റെ പകുതിയിൽ മടക്കുക. അതിനുശേഷം ഒന്നുകൂടെ മടക്കിയിട്ട് തയ്ച്ചെടുക്കുക. ഈ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ബട്ടൺ ഹോൾ തയ്ക്കാനുള്ള പടിയാണ് ഇവിടെ തയ്ക്കേണ്ടത്. അപ്പോൾ ഇത് 2 ഇഞ്ച് വീതിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ സെൻറ്ററിൽ മടക്കുക. എന്നിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് ഈ 2 സൈഡിലും വേറെ തയ്യലിട്ടാൽ മതി. ഇനി നമുക്കിതിലൊരു ചെറിയ പോക്കറ്റ് വയ്ക്കാം. അതെങ്ങനെ വയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആകെ നീളം എടുക്കുക. ഇതിപ്പോൾ 17.5 ഇഞ്ച് വരുന്നുണ്ട്. ഇതിൻ്റെ 4-1 ഇപ്പോൾ ഏകദേശം 4.5 ഇഞ്ച് വരും. അതിൽ കൂടെ ഒരു 3/4 ഇഞ്ച് കൂടുതൽ വെച്ചാൽ മതി. 4.5 3/4 5.25 ഇഞ്ച് വെച്ചാൽ മതി. ഇങ്ങോട്ട് നമുക്ക് ലൂസിനനുസരിച്ചാണ് വയ്ക്കുക. ഇതൊരു 1.25 ഇഞ്ച് വയ്ക്കാം. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കുക. ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മടക്കുക. അപ്പോൾ നമുക്ക് പോക്കറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് പോക്കറ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഒരു 3/4 ഇഞ്ച് ഒന്ന് ആദ്യം മടക്കുക. വീണ്ടും ഒന്നുകൂടെ മടക്കുക. ഈ പോക്കറ്റിൻ്റെ വീതി എത്ര വേണം നോക്കാം. നമുക്കിതൊരു 3 ഇഞ്ച് വീതി വെച്ചാൽ മതി. ഇത് ലൈനെല്ലാം സെറ്റ് ചെയ്യണമെങ്കിൽ ലൈന് സെറ്റ് ചെയ്ത് അടിക്കുക. ഇവിടെ നമുക്ക് ഈ ബ്രൗണിൻ്റെ ഒപ്പമാണ് മടക്കേണ്ടത്. അതിനുശേഷം ഇങ്ങോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇറക്കം ഒരു 1/4 ഇഞ്ച് കൂടുതൽ വയ്ക്കുക. 3.25 ഇഞ്ച് വയ്ക്കുക.
അതിനുശേഷം ഇതേപോലെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് 3 സൈഡിലും വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ മടക്കിയെടുക്കുക. ഇപ്പോൾ ലൈൻ ഷർട്ടൊക്കെ ആണെങ്കിൽ ലൈൻ സെറ്റ് ചെയ്യുക. ചെക്കൊക്കെ ആകുമ്പോൾ ഈ സ്ട്രൈറ്റ് ലൈൻ മാത്രം സെറ്റ് ചെയ്താലും മതിയാവും. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് കെട്ടിട്ടിട്ട് ഇവിടെ തന്നെ വന്ന് ഈ സൈഡിൽ വന്നിട്ട് ഫിനിഷ് ചെയ്താൽ മതി. ഈ കോർണർ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഈ കോർണർ ഒന്ന് മടക്കി കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഇല്ല ബുദ്ധിമുട്ടാണെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് അടിച്ചാലും മതി. അപ്പോൾ ഇനി ഈ ഷോൾഡർ ഇതിൻ്റെ മേലെ ഒന്ന് തയ്ച്ചെടുക്കാം. ഇവിടെ അടിവശത്ത് ഒരു 1/2 ഇഞ്ച് മടക്കി എടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ മേലെ ഒരു തയ്യലിട്ടാൽ മതി. ഇനി വന്നിട്ട് ഇതിൻ്റെ അടിവശം സിംഗിളായിട്ട് എടുക്കുക. അതിനുശേഷം ഈ ബട്ടൺ പട്ടി ഇതിങ്ങനെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിലൊരു തയ്യലിടുക. അതിനുശേഷം ഈ കാജാപ്പട്ടി, അതായത് പോക്കറ്റ് സൈഡ്. ഇനി വന്നിട്ട് ഇതൊന്ന് കവർ ചെയ്യാം. ഈ ഫ്രണ്ടും ബാക്കും കൂടെ ഇതൊപ്പം പിടിച്ചിട്ട് ഇതിനകത്തേക്ക് വെച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആദ്യം ഇട്ട തയ്യലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു തയ്യലിടുക. അതിനുശേഷം ഈ ഫ്രണ്ടും ബാക്കും പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് കവറിങ് ആയി കിട്ടും. ഇവിടെ ഈ ഓപ്പൺ സൈഡ് ഒന്ന് ക്ലോസ് ചെയ്തടിക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി അതേപോലെ ഈ സൈഡ് തയ്ക്കാം. ഇനി ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ഇതൊന്ന് വെച്ച് നോക്കാം. ഇത് കുറച്ച് 1 ഇഞ്ചോളം കുറവുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ പീസ് വെച്ചിട്ട് ഇതേപോലെ ബാക്കിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് വെച്ച് നോക്കാം. കറക്റ്റാണ്. ഇനി ഈ സൈഡിൽ നിന്ന്, അതായത് ഈ സ്ലീവിൻ്റെ മുൻവശം കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം, അതേപോലെ ഈ പോക്കറ്റ് സൈഡ് ഇങ്ങനെ വെച്ചിട്ട് അടിക്കുക. സെൻറ്റർ ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. ഒരു തൈലും കൂടി ഇടാം. ഇനി ഇതേപോലെ ഈ സൈഡും തയ്ക്കാം. ഇതൊന്ന് ഓവർലോക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ലീവ് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം. സൈഡ് നമ്മൾ 1/2 ഇഞ്ച് തയ്യത്തുമ്പ് ഇട്ടാൽ മതി. ഇവിടെ ഈ സ്ലീവിൻ്റെ ജോയിൻ്റ് ചെയ്ത തയ്യത്തുമ്പ് സ്ലീവിലേക്ക് വിടാൻ ശ്രദ്ധിക്കുക. ഈ സൈഡ് ഒന്ന് ഓവർലോക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ സൈഡ് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോട്ടം തയ്ക്കാം. ബോട്ടം നമ്മൾ 1 ഇഞ്ചാണ് വീതി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കുക. 1/2 ഇഞ്ച് മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് തയ്ച്ചെടുക്കാം.
അപ്പോൾ ബോട്ടം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോളർ തയ്ക്കാം. കോളറിന് നമ്മൾ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 6 ഇഞ്ച് വീതി എടുത്താൽ മതി. എന്നിട്ട് മടക്കി എടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ മടക്കാം. അതിനുശേഷം കോളറിൻ്റെ നീളം എത്രയുണ്ട് നോക്കാം. ഇവിടെ ഒരു തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് ഒന്ന് വലിച്ചളക്കുക. ഇത് 12 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു 5.25 വെച്ചിട്ട് ഒരു മാർക്ക് ഇടുക. എന്നിട്ട് ഇവിടെ നമ്മൾ 3 ഇഞ്ചാണ് വെച്ചത്. ഇവിടെ ഇങ്ങോട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇങ്ങോട്ടൊരു ഇതേപോലെ ഒരല്പം ഒന്ന് ക്രോസിൽ ചരിച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ തയ്യത്തുമ്പ് നിർത്തിയിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഒരു സൈഡ് ഇതേപോലെ ഒന്ന് മടക്കി അടിക്കുക. എന്നിട്ട് ഇവിടെ ഒരു 4 ഇഞ്ച് തയ്യത്തുമ്പ് വെച്ചിട്ട് ഒന്ന് ഇതിലെ ഒന്ന് തയ്ച്ചെടുക്കാം. ഈ 2 സൈഡും തയ്ച്ചാൽ മതി. ഇനി ഇതിവിടെ അടിമറിച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 4 ഇഞ്ച് നമ്മൾ തയ്യത്തുമ്പ് ഇട്ടിട്ടുണ്ട്, അത് ഇവിടെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുക. ഇതേപോലെ ബാക്കിൽ നാം കൊണ്ടൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ഈ തയ്യത്തുമ്പ് അകത്തേക്ക് വെച്ചിട്ട് ഇവിടെ നിന്ന് തയ്ച്ചു തുടങ്ങുക. എന്നിട്ട് ഇങ്ങനെ ഇതിന് മേലെ ഒരു 4 ഇഞ്ച് വീതിയിൽ തയ്ച്ചിട്ട് ഇവിടെ തന്നെ ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.